പുരാതന വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഈ കടക്കാരൻ തന്റെ ഷോപ്പ് 30 വർഷങ്ങളായി നടത്തി വരികയാണ്. ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ കടയിലേക്ക് വരുന്ന എല്ലാ വസ്തുക്കളും പെട്ടെന്ന് തന്നെ വിറ്റുപോകും. പക്ഷേ ഒരേ ഒരു വിന്റേജ് ക്ലോക്കിനെ ഒഴിച്ച്. ഈ ക്ലോക്ക് മാത്രം വിൽക്കാനേ പറ്റുന്നില്ല. ഈ വർഷം സെയിലിൽ എങ്ങനെയെങ്കിലും ഈ ക്ലോക്ക് വിറ്റേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇത് കണ്ടിട്ട് വാങ്ങിയാൽ നന്നായിട്ടുണ്ടാവില്ലേ? ഇത്തവണ ആ ഷോപ്പുകാരൻ ആ വിന്റേജ് ക്ലോക്കിനെ വിൽക്കാനായി കൊണ്ടുവന്നു വെച്ചു. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. ചിലർ റെക്കോർഡ് പ്ലെയർ വാങ്ങി, ചിലർ കുബേരന്റെ ശില വാങ്ങി. കസ്റ്റമറിൽ ഒരുത്തനാണ് ഋഷഭ്. ഋഷഭിന്റെ ശ്രദ്ധ ആ പുരാതന വിന്റേജ് ക്ലോക്കിലേക്ക് പെട്ടു. ക്ലോക്കിന്റെ വില 2 ലക്ഷം റുപ്യ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് ആണെങ്കിൽ 50% ആണ്. എന്നാ 1 ലക്ഷം റുപ്യ ഉള്ളൂ. നമ്മൾ പോകുന്ന ഇപ്പൊ പുതിയ വീട്ടിലേക്ക് ഹാളിൽ ഈ വിന്റേജ് ക്ലോക്ക് വെച്ചാൽ വളരെ നന്നായിട്ടുണ്ടാവും. എക്സ്ക്യൂസ് മീ സർ, ഈ ക്ലോക്ക് ഓടില്ലേ? നിങ്ങൾക്കിത് അറിയോ? 1890 ക്ലോക്കാണ് ഇത്. അത്രയും പഴയതോ? ഇതുപോലുള്ള ആന്റിക് പീസ് എവിടെയും കിട്ടില്ല. ഈ ക്ലോക്കിന്റെ വില 1 ലക്ഷം റുപ്യല്ലേ? അതെ, ഇതിന്റെ വില 2 ലക്ഷം റുപ്യാണ്. പക്ഷേ 50% ഡിസ്കൗണ്ട് ആണ്. അതുകൊണ്ട് നിങ്ങൾ 1 ലക്ഷം റുപ്യ തന്നിട്ട് ധാരാളമായിട്ട് ക്ലോക്ക് എടുത്തിട്ട് പോവാം. ശരി, ഞാൻ ഇതിന് പേയ്മെന്റ് തരാം. ശരി സർ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും തന്നിട്ട് പോകണം. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ സേഫായിട്ട് ഇത് ഡെലിവറി ചെയ്തോളാം. അത് ഫ്രീ ആണ്. ശരി അങ്കിൾ. ഋഷഭ് 1 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. അവൻ ആ ചെക്കിൽ അവന്റെ അഡ്രസ് എഴുതി കൊടുത്തു. അടുത്ത ദിവസം ഋഷഭ് തന്റെ വീട്ടിലിരിക്കുമ്പോൾ ആ വിന്റേജ് ക്ലോക്ക് ഡെലിവറി വന്നു. ശാലിനി, ഇത് കണ്ടില്ലേ? ഈ ക്ലോക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലേ? അതെ, ഇത് വളരെ പുരാതന വസ്തുവാണ്. 1890 ഉണ്ടാക്കിയ ക്ലോക്കാണ്. 130 വർഷം. വാവ്! പക്ഷെ ഇപ്പോഴും കാണാൻ എത്ര ഭംഗിയാണ്. പുതിയതുപോലെയുണ്ട്. ഇതുകൊണ്ടാണ് എനിക്ക് വിന്റേജ് പീസ് ഇഷ്ടം. എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതിനെ കാണാൻ ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോഴാണ് അവരുടെ പുത്രൻ റോണക് ആ ക്ലോക്കിനടുത്തേക്ക് നടന്നു വന്നത്. അവന് 4 വയസ്സ് തികഞ്ഞിരിക്കുന്നു. അമ്മ, ഇത് എന്താണ്? മോനെ, ഇത് ക്ലോക്കാണ്. ഇത് സമയം നോക്കാൻ സഹായിക്കും. ഓ, ഞാനിത് അലമാരെന്നാ വിചാരിച്ചത്. ഇതൊന്നും അലമാരയല്ല മോനെ, ഇതൊരു ക്ലോക്കാണ്. ഋഷഭ് ആ വിന്റേജ് ക്ലോക്കിനെ തന്റെ വീട്ടിന്റെ സെന്ററിൽ വെച്ചു. ശാലിനിക്ക് ആ വിന്റേജ് ക്ലോക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് അവർ രണ്ടുപേരും അവരവരുടെ ജോലി നോക്കാനായി പോയി. കുറച്ചു സമയത്തിനകം ശാലിനി അടുക്കളയിൽ ആഹാരം റെഡിയാക്കുകയായിരുന്നു. പിന്നെ റോണക് എപ്പോഴും പോലെ തന്റെ ഹാളിൽ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് റോണക്കിന് ആരോ വിളിക്കുന്നത് പോലെ ശബ്ദം കേട്ടത്. റോണക്, റോണക്, മോനെ റോണക്. റോണക് അവിടെയും ഇവിടെയും നോക്കി. പക്ഷെ അവന്റെ കണ്ണിൽ ആരെയും കണ്ടില്ല. റോണക്, മോനെ റോണക്. വീണ്ടും അവന് ശബ്ദം കേട്ടു. ഇപ്രാവശ്യം അവൻ ശ്രദ്ധിച്ചപ്പോൾ ആ ശബ്ദം ആ ക്ലോക്കിൽ നിന്നാണ് വന്നത്. റോണക് വിന്റേജ് ക്ലോക്കിനടുത്തേക്ക് ചെന്നു. ആരാ അത്? ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. നിങ്ങൾ എങ്ങനെയാണ് അകത്ത് പോയത്? റോണക് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ അമ്മ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നു. റോണക്, നീ ആരോടായി സംസാരിക്കുന്നത്? ഈ ക്ലോക്കിനടുത്താണ്. എടാ മണ്ടുസേ, ക്ലോക്കിനോടൊപ്പം ആരെങ്കിലും സംസാരിക്കുമോ? അമ്മേ, ഈ ക്ലോക്ക് എന്റെ കൂടെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. നുണ പറയല്ലേ. ക്ലോക്ക് എങ്ങനെ നിന്നോട് സംസാരിക്കും? അമ്മേ, സത്യമായിട്ട് ക്ലോക്ക് എന്റെ അടുത്ത് സംസാരിച്ചു. മോനെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ക്ലോക്ക്, ടേബിൾ, ചെയർ ഇതൊന്നും സംസാരിക്കില്ല മോനെ. പക്ഷേ ക്ലോക്ക് എന്നോട് സംസാരിച്ചല്ലോ. ശരി, അതൊക്കെ വിട്. നീ വാ, ഇന്ന് ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂരി ചെയ്തിരിക്കുകയാണ്. ശാലിനി റോണക്കിന് ആഹാരം എടുത്തു വെക്കാൻ പോയി. അടുത്ത ദിവസം വൈകുന്നേരം ശാലിനി ഹാളിലിരിക്കുകയായിരുന്നു. പിന്നെ തൊട്ടടുത്ത് റോണക് കളിക്കുകയായിരുന്നു. ശാലിനിയുടെ ഫോണിൽ ഋഷഭ് ഫോൺ വിളിച്ചു. ശാലിനി, നമ്മുടെ റൂമിലെ ഡ്രോയറിൽ ഒരു ഫയലുണ്ട്. അത് എടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തരൂ. ഇപ്പൊ എടുത്തുകൊണ്ട് വരാം. ശാലിനി തന്റെ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് റൂമിലേക്ക് ചെന്നു. ഫോൺ ഓണിലായിരുന്നു. പിന്നെ ഋഷഭ് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. റോണക്, റോണക്, മോനെ റോണക്. ഋഷഭും ഈ ശബ്ദം കേട്ടു. അതിനകം തന്നെ ശാലിനി ഫയലും കൊണ്ട് അവിടേക്ക് വന്നു. എനിക്ക് ഫയൽ കിട്ടി. ഞാൻ ഫോട്ടോ എടുത്തിപ്പോ അയക്കാം. ശരി. പിന്നെ വീട്ടിലാരാ വന്നത്? ഇവിടെ ആരുമില്ലല്ലോ. അതെങ്ങനെ ഇല്ലാതിരിക്കും? ഇപ്പോഴല്ലേ ഞാൻ സംസാരിക്കുന്നത് കേട്ടത്.
ഏതോ ഒരു ലേഡിയാണല്ലോ റോണക്കിനെ വിളിച്ചത്. പക്ഷെ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. ശാലിനി, നീ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്ക്. ഞാൻ അതിനുള്ളിൽ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഋഷഭിന് സംശയം തോന്നി, വീട്ടിലാരെങ്കിലും അറിയാതെ വന്നു കാണുമോ എന്ന്. ശാലിനി വീട് മൊത്തം തേടി നോക്കി, പക്ഷെ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. റോണക് മോനെ, നിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? അതെ. ആരാ? റോണക് അവിടെ ഉണ്ടായിരുന്ന വിന്റേജ് ക്ലോക്കിലേക്ക് കൈ കാണിച്ചു. ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞതല്ലേ ഈ ക്ലോക്ക് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന്. അത് എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്? അപ്പോഴാണ് ഡോർ ബെൽ അടിച്ചത്. ശാലിനി കതകു തുറക്കാനായി അവിടേക്ക് ചെന്നു, പക്ഷേ മറുവശത്ത് റോണക് മാഞ്ഞുപോയി. ഞാൻ വീട് മൊത്തം തേടി നോക്കി, വീട്ടിൽ ആരും തന്നെ ഇല്ല. പക്ഷേ ഏതോ ഒരു പെണ്ണിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ. രണ്ടുപേരും അകത്തേക്ക് വന്നു. റോണക്ക് എവിടെ പോയി? ഇവിടെ തന്നെ ആയിരുന്നു അവൻ. ഇപ്പോൾ റൂമിലേക്ക് പോയിരിക്കും. ഞാൻ ചെന്ന് നോക്കാം. ഞാൻ കിച്ചണിൽ പോയി നോക്കാം. ഋഷഭും ശാലിനിയും വീട് മൊത്തം തേടി നോക്കി, പക്ഷേ റോണക്കിനെ അവിടെ എവിടെയും തന്നെ കണ്ടില്ല. ഋഷഭ്, റോണക്ക് എന്നോട് പറഞ്ഞു ഈ വിന്റേജ് ക്ലോക്ക് അവനെ വിളിക്കുന്നുവെന്ന്. ഒരുപക്ഷെ അവൻ ഇതിനകത്തായിരിക്കുമോ? ഋഷഭ് വിന്റേജ് ക്ലോക്കിനടുത്തേക്ക് ചെന്നു. റോണക് മോനെ, റോണക്. ക്ലോക്കിന്റെ അകത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. അച്ഛാ, അമ്മേ. ഈ ക്ലോക്കിനകത്ത് അവൻ എങ്ങനെയാ പോയത്? ഋഷഭ് ചെന്ന് ഒരു വടി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവൻ ആ വടി കൊണ്ട് ആ വിന്റേജ് ക്ലോക്ക് പൊളിക്കാൻ ശ്രമിച്ചു. ആ പ്രേതം വിന്റേജ് ക്ലോക്ക് ഋഷഭിനെ അവിടെ നിന്നും തള്ളിവിട്ടു. പിന്നീട് ഋഷഭ് തറയിൽ ചെന്ന് വീണു. വീട്ടിലുണ്ടായിരുന്ന എല്ലാ കതവുകളും ജനലുകളും അടിക്കാൻ തുടങ്ങി. ലൈറ്റൊക്കെ അണഞ്ഞണഞ്ഞെരിയാൻ തുടങ്ങി. എന്റെ മോനെ തിരിച്ചു തരൂ പ്ലീസ്. അപ്പോഴാണ് അവരുടെ വീട്ടിന്റെ മുറ്റത്ത് ആരോ വന്നു നിന്നത്. അദ്ദേഹം അവിടെ വന്നതും തന്നെ എല്ലാം ശാന്തമായി മാറി. അദ്ദേഹത്തെ കാണാനും നല്ല ശാന്ത സ്വരൂപനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയും ഉണ്ടായിരുന്നു. ഋഷഭ് കാലിൽ വീണു. അദ്ദേഹം എണീപ്പിച്ചു. എന്റെ മോൻ എങ്ങനെ നിങ്ങൾ രക്ഷിക്കണം. അദ്ദേഹം വിന്റേജ് ക്ലോക്ക് തൊടാനായി ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും ദൂരേക്ക് മാറിപ്പോയി. ഇവിടെ തന്നെ നിൽക്ക്. നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അവിടെ തന്നെ നിൽക്കാൻ, ഇല്ലെങ്കിൽ നിനക്ക് അതാണ് നല്ലത്. വിന്റേജ് ക്ലോക്ക് അവിടെ തന്നെ നിന്നു. അദ്ദേഹം ആ വിന്റേജ് ക്ലോക്കിൽ കൈവച്ചതും അത് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം തന്റെ കണ്ണുകൾ മൂടിയതും ആ വിന്റേജ് ക്ലോക്ക് പൊട്ടിത്തെറിച്ചു. പിന്നെ അതിനകത്തു നിന്നും മയങ്ങിയ അവസ്ഥയിൽ റോണക് പുറത്തേക്ക് വന്നു വീണു. റോണക്, റോണക്, നിൽക്കൂ, അവനെ തൊടണ്ട. റോണക് എണീറ്റിയിരുന്നു. റോണക്കിന്റെ ശരീരത്തിൽ ആ വിന്റേജ് ക്ലോക്കിലുള്ള പ്രേതം ഉണ്ടായിരുന്നു. ആ കുട്ടീനെ വിട്ടിട്ട് പോവാൻ. വിടാൻ പറ്റില്ല. ഇത് എന്റെ മകനാണ്. എന്ത് വിട്ടു പോയില്ലെന്നോ? അദ്ദേഹം തന്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാല എടുത്തു. എന്നിട്ട് അദ്ദേഹം മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. റോണക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ പ്രേതം പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. രക്ഷിക്കൂ. പിന്നെ നിന്നുകൊണ്ടിരുന്ന അദ്ദേഹം റോണക്കിന്റെ കഴുത്തിൽ ആ രുദ്രാക്ഷമാല ഇട്ടുകൊടുത്തു. റോണക് അവിടെ തന്നെ മയങ്ങി വീണു. ഇപ്പോഴാ കെട്ടാത്മാവിനെ വിട്ടിട്ട് പോയി. ഇനി നിങ്ങളുടെ മകനെ എടുത്തോളാം. ഋഷഭും ശാലിനിയും റോണക്കിനെ പൊക്കിയെടുത്തു. എന്നിട്ട് അവന് ഉമ്മ നൽകി. പിന്നെ രണ്ടുപേരും ആ സ്വാമിജിയുടെ കാലുകൾ തൊട്ടു തൊഴുതു. അദ്ദേഹം ഋഷഭിനെയും ശാലിനിയെയും ആശീർവാദം ചെയ്തിട്ട് അവിടെ നിന്നും തിരിച്ചു. ആ വിന്റേജ് ക്ലോക്കിലെ പ്രേതത്തിന്റെ കഥ അന്നത്തോടെ തീർന്നു.